നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ മൂവാറ്റുപുഴ സെന്റർ വാർഷിക പൊതുയോഗം ഞായറാഴ്ച നടക്കും. മൂവാറ്റുപുഴ നാസ് ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 4:30 നടക്കുന്ന പരിപാടിയിൽ സെന്ററിന്റെ മുഖ്യ രക്ഷാധികാരിയും ഡെൻ കെയർ ചെയർമാനുമായ ജോൺ കുര്യാക്കോസ് മുഖ്യാതിഥിയായിരിക്കുമെന്ന് പ്രസിഡന്റ് അഷ്റഫ് മാണിക്യം, സെക്രട്ടറി വിൽസൺ കുരിശിങ്കൽ എന്നിവർ അറിയിച്ചു. 2025 ഏപ്രിൽ 3 പ്രവർത്തനം തുടങ്ങിയ സെന്റർ നിലവിൽ 342 പേർക്ക് ഇതിനകം പരിചരണമെത്തിച്ചു കഴിഞ്ഞു. നിർമ്മാണം പുരോഗമിക്കുന്ന ആൽഫ ഹോസ്പീസിന്റെ ബ്രിക്ക് സ്പോൺസർഷിപ്പ് ക്യാമ്പയിനിലേക്ക് 20 ബ്രിക്കുകൾ നൽകി ചന്ദ്രപിന്നി സ്വദേശി MH മുഹമ്മദ്. റിട്ടയേർഡ് പോലീസ് ഓഫീസറായ അദ്ദേഹത്തിൽ നിന്ന് സീനിയർ നഴ്സ് ബേബി രാജൻ തുക സ്വീകരിച്ചു. പ്രസിദ്ധ എല്ലുരോഗ വിദഗ്ധൻ ഡോക്ടർ ഷാജി കോഴിപ്പറമ്പിൽ 10,000 രൂപ നൽകി. 100 ബ്രിക്കുകൾ വാഗ്ദാനം ചെയ്തിട്ടുള്ള അദ്ദേഹം ഇതോടെ 20 ബ്രിക്സുകൾ വാൾ ഓഫ് ഹോപ്പിലേക്ക് സ്പോൺസർ ചെയ്തു. തളിക്കുളം സ്വദേശി മണങ്ങത്തെ ഷിജു 2 ബ്രിക്സ്, എടമുട്ടം തൊട്ടാരത്ത് സുബ്രിഷാജ് 2 ബ്രിക്സ്, കോതക്കുളം സ്വദേശി സാലിൽ 5 ബ്രിക്സ് എന്നിവരും ബ്രിക്കുകൾ സ്പോൺസർ ചെയ്തു. ആൽഫ എടത്തിരുത്തി ലിങ്ക് സെന്റർ ഭാരവാഹികളും സ്റ്റാഫ് അംഗങ്ങളും വോളണ്ടിയർമാരും കുടുംബാംഗങ്ങളും ഒന്നിച്ച് വിനോദയാത്ര സംഘടിപ്പിച്ചു. ആലപ്പുഴ ഹൗസ് ബോട്ടിൽ നടത്തിയ യാത്രയിൽ ആലപ്പുഴയുടെ ചരിത്ര പശ്ചാത്തലം ആൽഫ വോളണ്ടിയറും പ്രവാസി എഴുത്തുകാരനുമായ സതീഷ് കുമാർ വിശാഖപട്ടണം വിവരിച്ചത് പുതിയ അറിവുകളായിരുന്നു. പാട്ടും നൃത്തവുമായി നടത്തിയ യാത്ര പാലിയേറ്റീവ് പരിചരണത്തിന്റെ പിരിമുറുക്കങ്ങളിൽ നിന്ന് മാനസികമായ ആശ്വാസം നൽകുന്നതായിരുന്നു. വൈസ് പ്രസിഡന്റ് രാജ്കുമാർ ആയിരുന്നു യാത്രയുടെ കോർഡിനേറ്റർ. തിരുവനന്തപുരം മൊട്ടമൂട് ട്രിനിറ്റി എഞ്ചിനീയറിംഗ് കോളേജിൽ പാലിയേറ്റീവ് കെയർ അവബോധ ക്ലാസും ആരുഷ് ക്ലബ് ഉദ്ഘാടനവും നടത്തി. കോളേജിലെ NSS ഇൻചാർജ് ആസിഫിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി അക്കാഡമിക് ഡീൻ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. 50 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അക്ഷയ് ബാബു, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ ഗൗരി കൃഷ്ണ എന്നിവർ ക്ലാസ് നയിച്ചു. ആൽഫയുടെ പ്രവർത്തനങ്ങൾക്ക് കോളേജിന്റെ സജീവ പങ്കാളിത്തവും പിന്തുണയും ഉറപ്പാക്കുമെന്ന് NSS ഇൻചാർജ് അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.